കൺമുന്നിൽ വെച്ച് പിതാവിനെ ഭീകരർ നിറയൊഴിച്ചതിന്റെ നടുക്കത്തിലാണ് കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന്റെ മകൾ ആരതി. തരിച്ചുപോയ തങ്ങളെ പ്രദേശവാസികൾ ചേർത്തു നിർത്തിയെന്നും ആരതി പറഞ്ഞു. ഗൺഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്കാന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേർഡായിട്ട് ഓടി. ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് പോയി എന്തോ ചോദിക്കേണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, കലീമ അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എൻ്റെ മുമ്പിൽ വെച്ചു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അച്ഛന്റെ ജീവൻ നഷ്ടമായി. ഓടി ഒളിച്ച് തന്റെ പിന്നാലെയും ഭീകരരെത്തി തോക്കുകൊണ്ട് തലയിൽ തട്ടി. സൈനിക വേഷത്തിലുള്ളവർ അല്ല തന്റെ അടുത്തേക്ക് എത്തിയതെന്നും ആരതി. ഇയാൾ കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി 2. അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക്. ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്കറിയില്ല. ആക്രമണത്തിന് ശേഷം തങ്ങളെ ചേർത്ത് പിടിച്ചത് കശ്മീരികളായ 2 യുവാക്കളാണ്. ശ്രീനഗറിൽ എത്തുന്നതുവരെ അവർ ഒപ്പമുണ്ടായിരുന്നു. തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ അവരെ കാണുന്നുവെന്നും ആരതി. എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ 2 പേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണി വരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ദുബൈയിൽ ജോലി ചെയ്യുന്ന ആരതി കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിലെത്തിയത്. അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കുമൊപ്പം കശ്മീരിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോയതിനിടയിലായിരുന്നു ആക്രമണം. 24 കൊച്ചി.